പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒരു ചിന്ത പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിൻ്റെ മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നത് വിജയത്തിൽ കൂടി മനുഷ്യന് എവിടൊക്കെ എത്തുവാൻ കഴിയുമോ അവിടൊക്കെ എത്തുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരും പരാജയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനനം ചെയ്യുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഏക വിഷയം അവർക്ക് വിജയത്തിലേക്ക് എത്തണം. എന്നാൽ നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ജയം പ്രാപിച്ച ഒരു വ്യക്തിത്വത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് ഞാൻ ഉയർത്തുന്ന യേശു കർത്താവാണ്. യേശു ഇപ്രകാരം പറയാറുണ്ടായി, ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നു. ജീവൻ തരുന്ന കർത്താവ്, വഴി തുറക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി നന്മകളെല്ലാം തക്ക സമയത്ത് നിറവേറ്റുന്ന കർത്താവ്. ആ കർത്താവിന് മനുഷ്യജീവിതത്തിൽ ഒരു വിജയം തരുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തിൻ്റെ നാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വാമൊഴികൾ സവിസ്താരം നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. മനുഷ്യനായിരിക്കുന്ന നമുക്ക് ഒരു വിജയപ്രാപ്തി ലഭിക്കണമെങ്കിൽ യേശുവിനെ നാം ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33 പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ജയം ലഭിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിക്കണമെങ്കിൽ, ലോകത്തിലുള്ളതിനെ ജയിക്കണമെങ്കിൽ യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പലരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ദാവീദിൻ്റെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ പൊൻമുഖം വന്ന് വീണപ്പോൾ, തൻ്റെ ശത്രുവായ ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് കടന്നു വന്നപ്പോൾ, തന്നെ പ്രകാരം മുൻപോട്ട് പോകണമെന്ന് തനിക്കറിയാതെ വേദനപ്പെട്ടിരിക്കുമ്പോൾ, ഗോലിയാത്ത് കുന്തവും തൻ്റെ സാമഗ്രികളുമായിട്ട് മുമ്പിൽ കടന്നു വന്ന സമയത്ത് തന്നെ നിന്ദിക്കുന്നൊരു അനുഭവം ഉണ്ടായി. താൻ ഏകനായിരുന്ന ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് മനസ്സിലായി, കുന്തമോ വാളോ വേലുമായിട്ട് വരുന്ന ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ തകർക്കുവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, തന്നിലുള്ള അഭിഷേകം മാത്രം മതിയെന്ന് തനിക്ക് മനസ്സിലായി. ഇന്ന് പകൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമുക്ക് ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ, ലോകത്തിലുള്ളതിനെ ജയിക്കണമെങ്കിൽ മാനുഷ്യമായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ടോ മാനുഷ്യമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടോ അല്ല നാം ജയിക്കേണ്ടത്. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അഭിഷിക്തന്മാരായ പല ദൈവദാസന്മാരും വിശുദ്ധന്മാരും അവർ ജയിച്ചത് അവരുടെ മേലുള്ള അഭിഷേകത്താലാണ്. നാം ഒരിക്കലും പരാജിതരല്ല. പരാജയപ്പെട്ടു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു വിജയത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവ് ജയിച്ച കർത്താവാണ്. അവൻ പാപത്തെ ജയിച്ചു, അവൻ ലോകത്തെ ജയിച്ചു, ലോകത്തിനുള്ളതിനെ ജയിച്ചു, പ്രകൃതി ശക്തികളെ ജയിച്ചു, ഒടുവിൽ മരണത്തെ ജയിച്ചു. ആ ജയിച്ചൻ പറയുകയാണ്, ഞാൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു. ഇന്ന് പകൽക്കാലം ജയിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം പറ്റം ജീവിതത്തെ നോക്കിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ജയം ഉറപ്പാണ്. ലോകത്തിലുള്ള ജയത്തെക്കാളപ്പുറമായിട്ട് നിത്യമായിരിക്കുന്ന ജയം ഉറപ്പാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.